ഭീകരാക്രമണം രാജ്യത്തിനേറ്റ മുറിവ്. അതിർത്തി കടന്നെത്തിയ ഭീകരവാദികൾ മതം ചോദിച്ച് നമ്മുടെ നിരപരാധികളെ തോക്കിൻ മുനമ്പിൽ തീർത്ത കൊടും ക്രൂരത. ഇന്ത്യയെ പകുത്ത ആ തീവ്രവാദി ആക്രമണത്തിന്റെ 97-ാം ദിവസം രാജ്യം മറുപടി നൽകി. നമ്മുടെ സൈന്യം മറുപടി നൽകി. നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചവർക്ക് ഇന്ത്യയുടെ മറുപടി. പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെ അത് സ്ഥിരീകരിച്ചു. സുലൈമാൻ, അഫ്ഗാൻ, ജിബ്രാൻ എന്നിവരെയാണ് നമ്മുടെ സേന തീർത്ത് കളഞ്ഞത്. ऑपरेशन महादेव में सुलेमान उर्फे फैजल जट, अफगान और जिब्रान 3 आतंकवादी सेना, सीआरपीएफ और जम्मू कश्मीर पुलिस के संयुक्त अभियान में ऑपरेशन महादेव में मारे गए। अफगान ए श्रेणी का लश्कर ए तैयबा का आतंकवादी था और जिब्रान भी ए ग्रेड आतंकवादी था, जिन्होंने बैसरन घाटी में हमारे प्रवासियों को, नागरिकों को मारा था। ये तीनों आतंकवादी ये थे और तीनों मारे गए। ഓപ്പറേഷൻ മഹാദേവ് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഇന്നലെ ലോക്സഭയിൽ സംസാരിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യം. ഓപ്പറേഷൻ മഹാദേവുമായി ബന്ധപ്പെട്ട് സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ നിമിഷം വരെ അതുണ്ടായിട്ടില്ല. ഓപ്പറേഷൻ മഹാദേവുമായി ബന്ധപ്പെട്ട നമുക്ക് ലഭ്യമായ വിവരങ്ങൾ, ഡിഫൻസ് സോഴ്സസുകളിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ, അത് എങ്ങനെയാണ് നടന്നത്, ഓപ്പറേഷൻ മഹാദേവ്, ആ ഭീകരർ എങ്ങനെയാണ് നമ്മുടെ സൈന്യം കണ്ടെത്തി ഇല്ലാതാക്കിയതെന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഓപ്പറേഷൻ മഹാദേവ് 3 തീവ്രവാദികൾ, 8 ബുള്ളറ്റ്, 11 മിനിറ്റ്. ഇതാണ് അതിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 4 ദിവസം മുൻപ് തന്നെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. എവിടെയാണ് ഭീകരർ ഒളിച്ചിരുന്നത്, ആ താവളത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ലഭിക്കുകയാണ്. നോക്കൂ, കൃത്യം പുലർച്ചെ 2 മണിക്ക് ഈ 3 ഭീകരവാദികളിൽ ആരോ ഒരാൾ അവരുടെ കയ്യിലുള്ള T-82 അൾട്രാ കമ്മ്യൂണിക്കേഷൻ സെറ്റ്, ഇത് ഒരു സാറ്റലൈറ്റ് ഫോണിന് സമാനമായ ഒരു കമ്മ്യൂണിക്കേഷൻ സെറ്റാണ്. ആ സെറ്റ് പുലർച്ചെ 2 മണിക്ക് ഇവരിൽ 3 പേരിൽ ആരോ ഒരാൾ ഓൺ ചെയ്തു. ഇത് സാറ്റലൈറ്റ് ഫോണിന് സമാനമായ ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനമാണ്, ചൈനീസ് നിർമ്മിതമാണ്. അപ്പോൾ ഇത് ഓൺ ചെയ്തതോടുകൂടി ഈ ഭീകരരുടെ കൃത്യമായ ലൊക്കേഷൻ നമ്മുടെ സൈന്യത്തിന് ലഭിക്കുകയാണ്. 8 മണിയോടുകൂടി ഡ്രോൺ ഉപയോഗിച്ച ഭീകരരുടെ ഒളിത്താവളത്തിന്റെ ദൃശ്യങ്ങൾ സൈന്യം പകർത്തുന്നു. 9:30യോടുകൂടി രാഷ്ട്രീയ റൈഫിൾസിന്റെ ക്വാഡ്രനെ ഈ മേഖലയിലേക്ക് വിന്യസിക്കുകയാണ്. 10 മണിയോടുകൂടി മഹാദേവ് ഹില്ലിലേക്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ പാരാ കമാൻഡോ സംഘം എത്തുകയാണ്. അത് കഴിഞ്ഞ് 10:30യോടുകൂടി തീവ്രവാദികൾ തന്നെയാണ് ഈ മഹാദേവ് ഹില്ലിൽ ഒളിച്ചിരിക്കുന്നതെന്ന് സൈന്യം ഉറപ്പുവരുത്തുന്നു. 11 മണിയോടുകൂടി ഈ തീവ്രവാദികൾക്ക് നേരെ സൈന്യത്തിന്റെ ആക്രമണം. 11:45 ഇതിൽ പരിക്കേറ്റ ഒരു തീവ്രവാദി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, പക്ഷേ സൈന്യം വധിക്കുന്നു. 12:30 ഈ 12:30 എന്ന് പറയുന്ന സമയം വളരെ നിർണായകമാണ്. ആ സമയത്താണ് ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ച ആരംഭിച്ചത്. ആ സമയത്ത് ഈ 3 ഭീകരവാദികളുടെ മൃതദേഹങ്ങൾ അവിടെ നമ്മുടെ സൈന്യം ഐഡന്റിഫൈ ചെയ്യുകയാണ്. അവരുടെ ഫോട്ടോഗ്രാഫുകൾ, മൊത്തം ഈ പദ്ധതിയുടെ ഫോട്ടോഗ്രാഫുകളൊക്കെ ശേഖരിക്കുന്ന സമയമായിരുന്നു 12:30 എന്ന് പറയുന്നത്. പലരും പല ചോദ്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. എന്തുകൊണ്ട് ഭീകരരെ ഇതുവരെ പിടികൂടിയില്ല എന്നൊക്കെ. നമ്മൾ ഓർക്കണം, സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന്റെ പിന്നിലുള്ളവരെ ഇല്ലാതാക്കാൻ അമേരിക്ക എടുത്തത് 18 മാസമായിരുന്നു. അതിന്റെ മുഖ്യ സൂത്രധാരൻ ഒസാമ ബിൻ ലാദനെ പിടികൂടാൻ അമേരിക്കയ്ക്ക് 10 കൊല്ലം വേണ്ടി വന്നു. भी कहना चाहता हूं, आपको भी रास्ता चुनना होगा, या तो आंख दिखाओ या हाथ मिलाओ, या तो बातचीत करके अमेरिका से संबंध सुधारो और डोनाल्ड को चुप कराओ, डोनाल्ड का मुंह बंद कराओ, नहीं तो हिंदुस्तान में मैकडोनाल्ड को बंद कराओ। अमेरिका को अधिकार नहीं है, दोनों घोड़ों पे सवार होकर चलने का अधिकार नहीं है. പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂറിൽ നടന്ന നിർണായക ചർച്ചയ്ക്കിടെ ഹരിയാനയിൽ നിന്നുള്ള കോൺഗ്രസ് MP ദീപീന്ദർ സിംഗ് ഹൂഡ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. മക്ഡൊണാൾഡിന്റെ ഇന്ത്യയിലെ മുഴുവൻ ശാഖകളും അടച്ചുപൂട്ടണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തിന് എന്ന് സ്വാഭാവികമായും നമുക്ക് ഓരോരുത്തർക്കും തോന്നും. ഹൂഡ പറയുന്നു, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയാണത്രേ മക്ഡൊണാൾഡ്സ് എന്ന. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന ട്രംപിന്റെ ക്രെഡിറ്റ് ഹൂഡയ്ക്ക് അത്ര ബോധിച്ചില്ല. കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമായിരിക്കുമല്ലേ ഡൊണാൾഡ് ട്രംപിന്റെ അല്ല മക്ഡൊണാൾഡ്സ് എന്ന്.